ഹലോ, എല്ലാവർക്കും സുഖല്ലേ? എനിക്ക് സുഖാട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രത്യേക ഡിഷാണ്. നിങ്ങളത് എന്തായാലും വീട്ടിലുണ്ടാക്കണം. നിങ്ങൾ ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ദിവസം ഇത് കഴിച്ച് നോക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാൽക്കഞ്ഞിയാണ്. ഇത് നമ്മൾ പണ്ടൊക്കെ ആൾക്കാർ ഈ വലിയ പണക്കാരുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിരുന്നതാണ്. ജന്മിമാരുടെയും രാജകുടുംബ ഉള്ളവരുടെയൊക്കെ വീട്ടിലുണ്ടാക്കിയിരുന്നതാണ്. നമ്മൾ പണ്ട് ഈ പാല്, നെയ്യ്, വെണ്ണ, നല്ല അരിയൊക്കെ കുത്തരിയൊക്കെ പണ്ട് വലിയ ആൾക്കാരുടെ വീട്ടിൽ മാത്രം ഉണ്ടാകും. കാരണം ബാക്കി എല്ലാവരും ദരിദ്രരാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മളെല്ലാവർക്കും പൈസയുണ്ട്. എല്ലാവർക്കും എന്ത് വേണമെങ്കിലും മേടിക്കാം. അപ്പം ഞാനിന്ന് എൻ്റെ രീതിക്കുള്ള ഒരു ചെറിയൊരു സീക്രട്ടും ഉണ്ട്. അതും കൂടി ഞാൻ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞു തരാം. ഇത് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ സത്യമായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ഈ പാൽക്കഞ്ഞിയെ കുടിക്കുള്ളൂ. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് ആദ്യം 150 ഗ്രാം പച്ചരി കേട്ടോ, ഒരു മുറി തേങ്ങയാണ്, വെള്ളം ചേർക്കാത്ത നാടൻ പശുവും പാല് 500 ml, പശുവണ്ടി ഒരു 10 മുതൽ 15 എണ്ണം വരെ ആവാം. ഉണക്കമുന്തിരിയാണ്, അതൊരു 5-10 എണ്ണം മതി. വേണ്ടത് ഏലക്കയുടെ പൊടിയാണ്, അത് കുറച്ച് മതി. നല്ല ശുദ്ധമായ പശുവിന്റെ നെയ്യ് 1 ടീസ്പൂൺ. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര നമ്മൾ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇത് പച്ചരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ്. ഇതൊരു 2.5 കപ്പ് വരെ ആവാം. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യമായിട്ട് തേങ്ങ ചേരാൻ പോവാം കേട്ടോ. പാക്കറ്റ് തേങ്ങയൊക്കെ കിട്ടും, അതൊന്നും മേടിക്കരുത്. കാരണം അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രിസർവേറ്റീവ്സ് ഇടാതെ അത് ഒരിക്കലും കേടുവരാതെ ഇരിക്കില്ല. നമുക്കപ്പോൾ ഇത് ഉരുളിയിലും ഉണ്ടാക്കാം, കുക്കറിലും ഉണ്ടാക്കാം. ഉരുളിയിൽ ഉണ്ടാക്കുന്നതാണ് ശരിക്കും ടേസ്റ്റ് കേട്ടോ. ഉരുളിയിൽ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ക്ലാവ് ഉണ്ടാവും. ക്ലാവ് നിങ്ങൾ ക്ലീൻ ചെയ്തിട്ട് വേണം ഉണ്ടാക്കാൻ, ഇല്ലെങ്കിൽ ഇത് വയറ്റിപ്പോ ദോഷമാണ് കേട്ടോ. ഉരുളി ഒക്കെ കേട്ടോ. 2.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം വെള്ളം ചൂടായി കഴിയുമ്പോൾ അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരി നമ്മളിതിലേക്ക് ഇടണം കേട്ടോ. സൂക്ഷിക്കണം, വെള്ളം ചൂടുണ്ടെങ്കിൽ കൈ പൊള്ളും. തേങ്ങ അരയ്ക്കുമ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ തേങ്ങാപ്പാൽ മാത്രമായിട്ട് ചേർക്കാം, അല്ലെങ്കിൽ തേങ്ങ നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ടും ചേർക്കാം കേട്ടോ. ഇപ്പൊ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. വേവായതിനു ശേഷമാണ് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങാപ്പാൽ ചേർക്കേണ്ടത് കേട്ടോ. ഇപ്പൊ ഒന്നും ചേർക്കേണ്ട, നമ്മളിതിൽ കുതിർത്ത അരിയിൽ വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഉപ്പ്, പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇപ്പൊ ഒരു പകുതി വേവായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പശുവും പാല് കാച്ചിയിട്ടില്ല, പശുവും പാല് നമ്മൾ ഇതിലേക്ക് 500 ml ഒഴിക്കണം കേട്ടോ. ഇനി ബാക്കിയുള്ള വേവ് ഈ പശുവും പാലിൽ കിടന്നിട്ടാണ് ഇങ്ങനെ ആവേണ്ടത്. നമ്മളിവിടെ പാക്കറ്റ് പാലല്ല യൂസ് ചെയ്യണേ. ഇവിടെ രാവിലെ വരും, ഒരു ഓട്ടോറിക്ഷയിൽ വരും പശുവിന്റെ പാലാക്കിയിട്ട്. അപ്പോൾ അതാണ് മേടിക്കുക കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഈ സാധനം കൊണ്ട് ഇങ്ങനെ കാക്കാൻ തോന്നും. അങ്ങനെ ചെയ്യരുത്, കാരണം ഇത് തിളച്ചിങ്ങനെ മേലേക്കൊക്കെ ആവും കേട്ടോ. അപ്പൊ അങ്ങനത്തെ വില്ലത്തരൊന്നും ചെയ്യരുത്. അടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് അരച്ച് വെച്ച തേങ്ങ കേട്ടോ. അപ്പൊ ഇത് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. നമ്മളതിലേക്ക് സാധാരണ പഞ്ചസാര ഇവിടെ ചേർക്കാൻ പോണേ. ഒരുപാട് മധുരം വേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം, അല്ല ഒരു ബാലൻസ്ഡ് മതിയെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. പാലിലും കുറച്ച് മധുരം ഉണ്ടാവും. അപ്പൊ ഞാനൊരു 2-3 കുറച്ചൊക്കെ മധുരം കഴിച്ചോ. എന്നിട്ട് പതുക്കെ ഇളകി കൊടുക്കാം കേട്ടോ. അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്ന ഏലക്കപ്പൊടിയാണ്. ഒരുപാട് ഏലക്കപ്പൊടി ചേർക്കരുത്, വളരെ കുറച്ച് കേട്ടോ. ഒരു ടീസ്പൂൺ ഒന്നും ഇല്ല, വളരെ കുറച്ച്. ഇപ്പൊ ആ ഒരു ഏലക്കപ്പൊടിയുടെയും തേങ്ങാപ്പാലിന്റെ ഒക്കെ ഒരു മണം ഇങ്ങനെ കയറി വരും. അപ്പൊ നമുക്ക് വിശക്കാൻ തുടങ്ങും. അതിനുശേഷം നെയ്യ് ചൂടാക്കുക. നെയ്യ് ചൂടാക്കിയിട്ട് നമുക്ക് ഒരു 10-15 ഉണക്കമുന്തിരി ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ ട്രിക്ക് ഇതാണ്. നമ്മൾ സാധാരണ നെയ്യ് വെറുതെ ഒഴിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ ഒരു കിസ്മിസും അണ്ടിപ്പരിപ്പും വറുക്കുന്ന നെയ്യും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതിപ്പോ വെന്ത് വന്നു, കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ശരിക്കും ചില ഭാഗങ്ങളിൽ ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്നും ചേർക്കില്ല, പക്ഷെ നമ്മൾ കുറച്ച് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കണമെന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ നമ്മളിത് ഓഫ് ചെയ്തില്ലേ, ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഈ അണ്ടിപ്പരിപ്പ് കിസ്മിസിന്റെ ആ ഒരു പാലും ഇതൊക്കെ ആയിട്ട് ഇതിൽ കിടന്നപ്പോൾ ഉണ്ടായ ഒരു സ്മെല്ല് ഭയങ്കരമായിരുന്നു. നല്ല സ്മെല്ല്, ഭയങ്കര രസമുള്ള സ്മെല്ലാട്ടോ. ഇതൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കുക, അപ്പൊ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. അതിനുശേഷം തുറന്നു കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. ഇന്നത്തെ സ്പെഷ്യല് പാൽക്കഞ്ഞി, തേങ്ങാ ചമ്മന്തി, മാങ്ങാച്ചാറ് കഴിച്ച് കാണിച്ചു തരാം കേട്ടോ. ഞാൻ എടുക്കുക, കുറച്ച് അടിപൊളി. കുറച്ച് ചമ്മന്തി. കിച്ചണിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മൾ കിച്ചണിലിരുന്ന് തന്നെ കഴിക്കണം. അതിങ്ങനെ തിന്നലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് തന്നെ അച്ചാറ് കണ്ടിട്ട് അത് മാങ്ങ എടുത്തോ. നിങ്ങൾ എന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് പറഞ്ഞു കേട്ടോ. ഈ ഡെയിലി ചോറും സാമ്പാറും കഴിക്കണ്ട, ഈ മന്തിയൊക്കെ പിന്നെ കഴിക്കുക, സമയമുണ്ടല്ലോ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കി. അല്ലെങ്കിൽ നിങ്ങൾ വൈഫൊക്കെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്തു. ടാറ്റ, ശരിക്കും ടാറ്റ.